ഫൈനലി BMW F450 GS ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുകയാണ്. വണ്ടി 3 വേരിയൻറ്റിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,70,000 രൂപയാണ് എക്സ് ഷോറൂം. ബേസിനാണ് ഈ പറഞ്ഞ പ്രൈസ്. എക്സ്ക്ലൂസീവ് മോഡലിന് 4,90,000 രൂപ എക്സ് ഷോറൂം. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള GSൻ്റെ ട്രോഫി മോഡലിന് 5,30,000 രൂപയാണ് എക്സ് ഷോറൂം. ഇതൊരു മിഡിൽ വെയിറ്റ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. BMൻ്റെ ഒരു എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരു നിലവിലുള്ള ബൈക്കും കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് BMW G310 GSൻ്റെ ഒരു റീപ്ലേസ് മോഡലാണ്. G310 GS ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു. വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. കുറച്ച് പവർ ഔട്ട്പുട്ടൊക്കെ ഒരു 310 വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റഡ് മോഡലാണ്, ഒരു ബിഗ്ഗർ അപ്ഡേറ്റഡ് മോഡലാണെന്ന് വണ്ടിക്ക് പറയാം. വെൽ ക്വാളിറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. എവിടെ നോക്കിയാലും ഒരു ക്വാളിറ്റി, BMൻ്റെ ക്വാളിറ്റി ടച്ച് ചെയ്യുന്ന ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ TVSൻ്റെ ഹോസൂർ പ്ലാന്റിലാണ് വണ്ടി നിർമ്മിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് മോഡൽ മുമ്പേ അവർ പുറത്തു വിട്ടതാണ്. ഒരു കോൺസെപ്റ്റിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ്, അതിൻ്റെ ആ ഒരു ബേസിന് ഡെവലപ്പ് ചെയ്തിട്ട് തന്നെയാണ് വണ്ടി നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ കോൺസെപ്റ്റിൽ നിന്ന് പ്രൊഡക്ഷൻ റെഡി മോഡലിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. വണ്ടി കാണാൻ അടിപൊളി തന്നെയാണ്. ഇതിനൊരു 450 ബാഡ്ജിങ് ഉണ്ടെങ്കിലും 421cc ആണ് വണ്ടിയുടെ എഞ്ചിൻ. 421cc ആയിട്ടുള്ള പാരലൽ ടിൻ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 135 ഡിഗ്രി ഓഫ്സെറ്റ് ക്രാങ്ക് ഷാഫ്റ്റുള്ളൊരു എഞ്ചിനും കൂടിയാണ്. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ്. 48 bhp 8750 RPMലാണ് ജനറേറ്റ് ചെയ്യുന്നത്. 43 Nm ടോർക്ക് 6750 RPMലാണ് ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 സ്പീഡ് ട്രാൻസ്മിഷനും കൊടുത്തിട്ടുണ്ട്. പഴയ G310 GS ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പാരലൽ ടിന്നാണ്. എഞ്ചിൻ്റെ ഔട്ട്പുട്ടിലൊക്കെ നല്ല സ്ട്രോങ് ആണ്, നല്ല പവർ ഔട്ട്പുട്ടുള്ള മോഡലും കൂടിയാണ്. ഫ്രണ്ടിലെ ഹെഡ് സെക്ഷനൊക്കെ ഒരു സിഗ്നേച്ചറിൽ വരുന്നതാണ്. ഫുള്ളി LED സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. GSൻ്റെ ഐക്കോണിക് മോഡൽ തന്നെയാണ് ഈ ഒരു ബൈക്കിന് കൊടുത്തേക്കുന്നത്. GSൻ്റെ ഒരുപാട് മോഡലുണ്ട്, ബിഗ് മോഡലായിട്ടുള്ള. വണ്ടിയുടെ ക്ലച്ച് ലിവർ, ബ്രേക്ക് ലിവറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 3 റൈഡിംഗ് മോഡ്സാണ് കൊടുത്തേക്കുന്നത്. അതിൽ റോഡ്, റെയിൻ, എൻഡ്യൂറോ മോഡൽ ഉണ്ടാവും. 14 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക്. 845 mm സീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സ്പ്ലിറ്റഡ് സീറ്റും കൂടിയാണ്. ഒരു ഫോർജർ പ്ലാറ്റ്സിലുള്ള സ്റ്റീൽ ട്യൂബുലർ ഫ്രെയിമിലാണ് വണ്ടി നിർമ്മിച്ചേക്കുന്നത്. പവർ ടു വെയിറ്റ് റേഷ്യൊക്കെ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് വണ്ടി നിർമ്മിച്ചേക്കുന്നത്. 175 ആണ് വണ്ടിയുടെ കാർബ് വെയിറ്റ്. നല്ല രീതിക്ക് വെയിറ്റിൽ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ് വണ്ടി. ഫ്രണ്ടിൽ USD ഫോർക്കാണ്. പ്രീലോഡ് റീബോണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് സെറ്റപ്പാണ്. ബാക്കിൽ മോണോ ഷോക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാസ്റ്റ് അലൂമിനിയം ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത്. അതിൽ ഫ്രണ്ടിൽ 100 സെക്ഷൻ 19 ഇഞ്ച് വീൽസ് ആണ്. ബാക്കിൽ 130/80 സെക്ഷൻ്റെ 17 ഇഞ്ച് വീൽസ് ആണ്. ബ്രേക്കിംഗ് നോക്കുവാണെങ്കിൽ ബ്രഹ്മയുടെ 4 പിസ്റ്റൺ കാലിബറിൻ്റെ ബ്രേക്കിംഗ് ആണ്. ഫ്രണ്ടിൽ 310 mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 240 mm ഡിസ്ക് ബ്രേക്കാണ്. ഡുവൽ ചാനൽ ABS ആണ്. ട്രാക്ഷൻ കൺട്രോൾ, സ്ലിപ്പ് ആൻഡ് അസിസ്റ്റൻറ്റ് ക്ലച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് മറ്റ് ഫീച്ചേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. കോർണറിംഗ് ABS, ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ഡൈനാമിക് ബ്രേക്കിംഗ് കൺട്രോൾ, DBC, എഞ്ചിൻ ട്രാക്ക് കൺട്രോളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ക്ലച്ച് സംവിധാനമൊക്കെ BMW ഇത്തവണ ഈ ഒരു ബൈക്കിന് കൊടുത്തിട്ടുണ്ട്. ഒരു 6.5 ഇഞ്ചിൻ്റെ TFT മീറ്റർ കൺസോളാണ്. അതിൽ 3 റൈഡിംഗ് മോഡ്സ്, സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ട്. USB ചാർജിംഗ് പോർട്ട് സൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹാൻഡിൽ ബാറിൻ്റെ ഗ്രിപ്പ് ഹീറ്റ് ചെയ്യാനും പറ്റും. അതും ഇത്തവണ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഒരു കോമ്പറ്റേറ്റർ എന്ന് പറയാൻ പറ്റുന്നത് ഹോണ്ടയുടെ NX500 ഒക്കെയാണ്. ഇനി നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ്. മുമ്പത്തെ G310 GS കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇത് കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. പ്രധാനപ്പെട്ട കാര്യം വണ്ടിയുടെ പാർട്സിൻ്റെ പ്രൈസ്, പിന്നെ സർവീസ് കോസ്റ്റ്, മെയിൻ്റെനൻസ് ഒക്കെ ഹൈ ലെവലായിരിക്കും. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ പ്രൈസ് 5,95,000 രൂപയാണ് ഓൺ റോഡ്. എക്സ്ക്ലൂസീവ് മോഡലിന് 6,20,000 വരുന്നുണ്ട് ഓൺ റോഡ്. ഏറ്റവും ടോപ്പിലുള്ള മോഡലിന് 6,73,000 ഓൺ റോഡ്. അപ്പോൾ ഇതൊരു 421cc ആയിട്ടുള്ള പാരലൽ ടിൻ ആയിട്ടുള്ള എഞ്ചിനാണ്, BMൻ്റെ എഞ്ചിനാണ്. അപ്പോൾ എന്തായാലും ഹൈ ലെവൽ പ്രൈസിങ് ആയിരിക്കും. മാത്രമല്ല വലിയൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ബൈക്കാണ്. മറ്റ് ബ്രാൻഡ് ചെയ്യുന്ന പോലെ CC കുറച്ചിട്ടോ 350cc അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അവരൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നൊരു ബൈക്കാണ് BMൻ്റെ ഈ ഒരു ബൈക്ക്. വണ്ടിയുടെ പ്രീ ബുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീഫണ്ടബിൾ ആണ്. ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജൂണോടുകൂടി വണ്ടി ഡെലിവറി ഉണ്ടാവും. ഈ ഒരു ബൈക്കൊക്കെ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു TVS വേർഷൻ നമ്മുടെ മാർക്കറ്റിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഒരു അഡ്വഞ്ചർ ബൈക്കും കൂടി പ്ലാനിങ്ങിലുണ്ട്. പിന്നെ ഒരു സൂപ്പർ സ്പോർട്ട് ബൈക്കും കൂടി പ്ലാനിങ്ങിലുണ്ട്. നിങ്ങൾക്ക് എന്താണ് BMൻ്റെ F450 GSൻ്റെ പ്രൈസിങ്ങിനെ പറ്റി തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.